ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ മൈൻഡിന് പോയൊരു കാര്യം പറഞ്ഞുതരാം. പണ്ടൊക്കെ ഓഫ് കോഴ്സ് ഐ എം എ ഡോട്ടർ ഓഫ് എ സിംഗിൾ മദർ. പണ്ടൊക്കെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും എന്നെക്കുറിച്ചോ ഉമ്മച്ചിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ ടോട്ടൽ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ കുത്തിത്തിരിപ്പ് പറയുമ്പോൾ എൻ്റെ ഉമ്മ ഒരിക്കലും റിയാക്ട് ചെയ്യില്ലായിരുന്നു. സംടൈംസ് ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. സംടൈംസ് എന്നല്ല, ഓൾമോസ്റ്റ് എപ്പോഴും ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെന്താ റിയാക്ട് ചെയ്യാത്തത്, നമ്മളെ പറയുന്നത് കേട്ടില്ലേ, നിങ്ങളെന്താ അത് കേൾക്കുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചൊന്നും പറയാത്തതെന്നൊക്കെ. ദ ഓൾ ടൈം എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന കാര്യമായിരുന്നു, എനിക്കെന്തെങ്കിലും പറ്റിയാൽ, അതായത് ഉമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നെ നോക്കാൻ അവരെ കാണത്തുള്ളൂ എന്നുള്ളതൊക്കെ. റീസെൻ്റ്ലി ദാറ്റ് ഹാവ് ആൻ ഇഷ്യൂ. മൈ മോം വാസ് റിയാക്റ്റഡ്. ഓക്കെ, എനിക്ക് ഭയങ്കര വണ്ടറായിരുന്നു അത്. എൻ്റെ ഉമ്മയുടെ പ്രതികരണ ശക്തി അല്ലെങ്കിൽ ശേഷി ഞാൻ അങ്ങനെയൊന്നും കണ്ടു വളർന്നൊരു മകളല്ല. ഉമ്മയുടെ പ്രതികരണ ശേഷി ഇല്ലായ്മയാണ് എൻ്റെ പ്രതികരണ ശേഷി കൂട്ടിയത് സത്യം പറഞ്ഞ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടറായി. എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉമ്മച്ചി പറഞ്ഞു, ഇത്രേ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് എൻ്റെ മോളുണ്ട്. ഓക്കെ, കാലം പോയൊരു പോക്ക് നോക്കികൾ. അതായത് പണ്ട് നമുക്കുമ്മ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കുമ്മയേ ഉള്ളൂ പറഞ്ഞിരുന്നിടത്ത് ഇന്നെൻ്റെ ഉമ്മച്ചി ഭയങ്കര ഗഡ്സോട് കൂടി പറയുന്നുണ്ട് ഉമ്മച്ചിക്ക് ഞാനുണ്ട് എന്നുള്ളത്. ഐ എം സോ ഹാപ്പി. എനിക്ക് എന്തോ ലൈഫിലൊരു നേടിയൊരു സാരിയില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കാലത്തിൻ്റെ ഓരോരോ പോക്കെ കിതക്കുന്നു. ബട്ട് ഇത്രയൊക്കെ പോരെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഓടാനുള്ള ധൈര്യവും ശക്തിയും ശേഷിയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്.